ബുദ്ധിമാന്ദ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ റെയിൽവേ നടപ്പിലാക്കുന്ന തുഗ്ലക് പരിഷ്കാരങ്ങളെ എത്ര കണ്ട് ഇകഴ്ത്തിയാലും മതിവരാത്തത്രയ്ക്ക് യാത്രക്കാർക്ക് ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും നിമിഷങ്ങൾ സംഭാവന ചെയ്തുകൊണ്ട് കൂകിപ്പായുകയാണ്. വെടക്കാക്കി തനിക്കാക്കുക എന്ന വ്യക്തമായ സ്വകാര്യവൽക്കരണത്തിൻ്റെ പരസ്യമായ അജണ്ടയുമായി പായുന്ന തീവണ്ടി സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ശരിക്കും ഒരു തീ വണ്ടിയാകുകയാണ്. തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, പൈസകൾ തിന്നും തീവണ്ടി, തെണ്ടികളാക്കും ഈ വണ്ടി. പാട്ട് കൊള്ളാവല്ലോ ചെങ്ങളമർക്കി. ഗുണ്ടാപ്പണിയൊക്കെ ഉപേക്ഷിച്ച് അംഗൻവാടിയിൽ പോയി തുടങ്ങിയോ? ഈ പാട്ട് ചങ്ങളമർക്കി അംഗൻവാടി പോയി പഠിച്ചല്ല നേതാവേ, നമ്മുടെ തീവണ്ടിയിൽ ഒരു ദിവസം യാത്ര ചെയ്തപ്പോ പഠിച്ച പാട്ടായത്. പാച്ചുപിള്ള പറഞ്ഞത് വളരെ ശരിയാ. നമ്മുടെ തീവണ്ടിയിൽ ഒരു പ്രാവശ്യം യാത്ര ചെയ്താൽ ഏത് പാടാത്തവനും ഒന്ന് പാടി പോകും. ട്രെയിൻ ട്രെയിൻ ഗോ അവേ കം അഗൈൻ ആർദർ വേ. കമ്മും എല്ലാ പൈസയും കമ്മും. എനിക്ക് തീവണ്ടി കയറി യാത്ര ചെയ്യാനുള്ള എല്ലാ പൂതിയും ഇതോടെ തീർന്നു കിട്ടി. ഇന്ന് നിങ്ങൾക്ക് ഒരു വിഷയം കിട്ടാത്തോണ്ടാണോ ഇപ്പോൾ ഈ തീവണ്ടിയിൽ കടിച്ചു തൂങ്ങാൻ നോക്കുന്നത്? AC ക്ലാസ്സിൽ ഓസിന് യാത്ര ചെയ്യുന്ന നേതാവിന് സ്ലീപ്പർ ക്ലാസ്സിൽ ഇല്ലാത്ത കാശ് മുടക്കി യാത്ര ചെയ്യുന്നവന്റെ ഗതികേട് മനസ്സിലാകത്തില്ലല്ലോ. ഒരു വാഴക്കന്ന് വാങ്ങിക്കാൻ തീവണ്ടിയിൽ കയറിയ ഞാൻ ആ വാഴ വളർന്ന് വലുതായി അതിലെ കൊലയും വെട്ടിക്കൊടുത്താൽ കിട്ടുന്ന രൂപയേക്കാൾ കൂടുതൽ ടിക്കറ്റിന് വേണ്ടി ചെലവാക്കേണ്ടി വന്നല്ലോ എൻ്റെ നേതാവേ. 20 രൂപ വിലയുള്ള വാഴക്കണ്ട് വാങ്ങിക്കാൻ 200 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വന്നാൽ പൈസ എണ്ണിക്കൊടുക്കേണ്ടി വരും മാതാ. കർഷകർക്ക് മാത്രമായിട്ട് ഒരു സബ്സിഡിയും തീവണ്ടിയിൽ അനുവദിച്ചിട്ടില്ല. ഇത് സബ്സിഡിയുടെയോ കുറ്റിപിടിയുടെയോ കാര്യമല്ല മിസ്റ്റർ മാത്തൻ പറഞ്ഞത്. ഷോർട്ട് ഡിസ്റ്റൻസ് യാത്ര ചെയ്യുന്നവരുടെ കയ്യിൽ നിന്നും ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്യുന്നതിനുള്ള ട്രെയിൻ ഫെയർ ചാർജ് ഈടാക്കുന്ന കാര്യമാണ് പറഞ്ഞത്. തീവണ്ടിക്ക് അകത്തും പിടിച്ചു കയറി, തീവണ്ടിക്ക് പുറത്തും പിടിച്ചു കയറി. കൊള്ളാം നേതാവേ, നല്ല റെയിൽവേ സേവനം തന്നെ. എടുത്താ പൊങ്ങാത്ത യാത്രാ നിരക്കും അതിന്റെ പുറമെ റിസർവേഷൻ ചാർജും. മണ്ടരി വായിച്ച തെങ്ങിന് ഇടിവെട്ടേറ്റതുപോലെ അല്ലേ വാച്ചുപിള്ളേ? കേരളത്തിലെ തീവണ്ടി യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാ. അനുസരണ ഇല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നേതാവ് ആഗ്രഹിക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ എങ്ങനെ അനുസരിക്കും? ആഗ്രഹിക്കുന്നതിനുമില്ലേ ഒരു പരിധിയൊക്കെ. അതിന് നേതാവ് ഒന്നും തെളിച്ച് പറയുന്നില്ലല്ലോ. എന്താണെന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ലോക്കൽ ബോഡി ഇലക്ഷനിലെങ്കിലും 1-2 ഫ്ലവേഴ്സ് വിരിയിക്കുന്ന കാര്യമായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ ലീഡറെ? നിനക്ക് വിവരം ഉണ്ടടാ പയ്യ. നിങ്ങൾ ഞങ്ങളുടെ പൂവൊന്ന് വിരിയിച്ചു നോക്കിയേ, അപ്പോൾ കാണാൻ കളി. വിളകൾക്കിടയിൽ വെറുതെ കള നട നോക്കല്ലേ നേതാവേ. റെയിൽവേയുടെ ഭൂപടത്തിൽ ഇവർ കേരളത്തെ വരച്ചിട്ടേയില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് താനും. അതുകൊണ്ടല്ലേ പാത ഇരട്ടിപ്പിക്കാനും മറ്റു വികസനങ്ങൾക്കുമായി ഞങ്ങൾ ഫണ്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അത് ഉപയോഗിക്കാൻ ഇവിടുത്തെ സംസ്ഥാനത്തോട്ട് കഴിഞ്ഞിട്ടുമില്ല. ഇവിടുത്തെ പൂന്ന് വിരിച്ചു നോക്ക്, അപ്പോൾ കാണാൻ കളി. ഇവിടെ പൂവിരിയുടെ താമസമുള്ളൂ. ഈ കൊച്ചു നാടിനെ കൂടി ഇവർ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതും. ഇനിയും പൂവ് വിരിയിക്കാൻ നോക്കാതെ ഉള്ള പൂവിനെ പുഴുക്കുത്തു മാറ്റാൻ നോക്കില്ലേ? സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി നിലമുഴുതു മറിച്ചുകൊണ്ടിരിക്കുന്ന ഇവരോട് തീവണ്ടിയിലെ ദുരിതത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് ഗുണമാ വയ്യ ഉള്ളത്? സ്വകാര്യവൽക്കരണത്തിൽ കണ്ടു നട്ടുള്ള തലതിരിഞ്ഞ പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധവും പ്രക്ഷോഭവുമായി നമ്മൾ യോജിച്ച് പ്രവർത്തിക്കണം. എന്നാലേ ഈ റെയിൽവേ എന്നെങ്കിലും നന്നാവത്തുള്ളൂ.